ഹായ് ഹലോ റീസ്റ്റേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണല്ലേ. കേട്ടറ്റുകാർക്കും ബി എഡുകാർക്കും ഡി എൽഡുകാർക്കൊക്കെ മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ്. എൽ പി യു പിക്കൊക്കെ മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റിലൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്, ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ കേട്ടോ. അതിനു മുൻപ് കൊളോണിയൽ ഭരണകാലത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം മുഹമ്മദീൻ കോളേജ് ഓഫ് കൽക്കട്ട. അപ്പോൾ ഈ മുഹമ്മദീൻ കോളേജ് ഓഫ് കൽക്കട്ടയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം. പൗരസ്ത്യ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ കൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? പൗരസ്ത്യ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് കൽക്കത്തയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് ആണ് കേട്ടോ. സർ വില്യം ജോൺസ് ആണ് സ്ഥാപിച്ചത്. 1784 ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത് ജോനാഥൻ ഡങ്കൻ ആണ് കേട്ടോ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. 1791. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവെപ്പ് അറിയപ്പെടുന്നത് എന്താണ്? ചാർട്ടർ ആക്ട് എന്നാണ് കേട്ടോ. 1813 ചാർട്ടർ ആക്ട് എന്നാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവെപ്പ് അറിയപ്പെടുന്നത്. ഈ ചാർട്ടർ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്തത് 1825 കൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, വേദാന്ത കോളേജ് ആണ്. 1825 കൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജ് ഏതാണ്? വേദാന്ത കോളേജ് കേട്ടോ. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ എന്താണ്? ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മെക്കാളെ മിനിറ്റ്സ് ആണ് കേട്ടോ. 1835 വന്നത്. മെക്കാളെ മിനിറ്റ്സ് എപ്പോഴാണ് വന്നത്? 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ടാണ് മെക്കാളെ മിനിറ്റ്സ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് ഏതാണ്? മെക്കാളെ മിനിറ്റ്സ് ആണ്. 1835 വന്നത്. അടുത്തൊരു കോട്ടാണ്, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതാരുടെ വാക്കാണ്? മെക്കാളെ പ്രഭുവിൻ്റെ വാക്കാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ പ്രഭുവുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അരിച്ചിറക്കൽ സിദ്ധാന്തം, ഡൗൺവേർഡ് ഫിൽട്രേഷൻ എന്ന് പറയുന്ന തിയറി അവതരിപ്പിച്ചത് മെക്കാളെ പ്രഭു ആണ് കേട്ടോ. അരിച്ചിറക്കൽ സിദ്ധാന്തം അഥവാ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി അവതരിപ്പിച്ചത് മെക്കാളെ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ വർഷമാണ് 1835 കേട്ടോ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ വർഷം ഏതാണ്? 1835. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് ആണ് കേട്ടോ. ഈ വില്യം ബെൻഡിക് ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യയിൽ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെൻഡിക് ആണ്. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ. ഇനി ഇന്ത്യയിൽ കോടതി ഭാഷ പേർഷ്യനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറലും വില്യം ബെൻഡിക് തന്നെയാണ്. ഇന്ത്യയിൽ കോടതി ഭാഷ പേർഷ്യനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിച്ചോളൂ. നെക്സ്റ്റ്, ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് കേട്ടോ. വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. 1854 വുഡ്സ് ഡെസ്പാച്ച് വന്നത്. ഓക്കെ, വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു?
ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ. ഡൽഹൌസി പ്രഭു ആയിരുന്നു വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്ത് ഗവർണർ ജനറൽ. 1857 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുവാൻ കാരണമായ വിദ്യാഭ്യാസ നയമാണ് വുഡ്സ് ഡെസ്പാച്ച്. 1857 കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുവാൻ കാരണമായ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് കേട്ടോ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പിന്നീട് 1920 മുതൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി അറിയാൻ തുടങ്ങി. അപ്പോൾ 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1920 മുതൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് മാറി. അലിഗഡ് സർവകലാശാലയുടെ ലക്ഷ്യമെന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അലിഗഡ് സർവകലാശാലയുടെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊളോണിയൽ ഭരണകാലത്തെ വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനിയാണ് മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നത്, വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഫസ്റ്റ് വൺ, ഹണ്ടർ കമ്മീഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് ഹണ്ടർ കമ്മീഷനാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത്. ഓക്കെ. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കുവാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ കേട്ടോ. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കുവാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അംഗസംഖ്യ 21 ആയിരുന്നു. ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അംഗസംഖ്യ എത്രയായിരുന്നു? 21 ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ് കേട്ടോ. ഇന്ത്യയിൽ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇനി ഹണ്ടർ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതിൻ്റെ ഉദ്ദേശ്യം സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം നൽകുകയായിരിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിന് ചവിട്ടുപടിയായല്ല പ്രാഥമിക വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അധ്യയന മാധ്യമം പ്രാദേശിക ഭാഷകൾ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രാദേശിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ദേശം സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം നൽകുകയായിരിക്കണം. പ്രാഥമിക ഘട്ടത്തിൽ അധ്യയന മാധ്യമം എങ്ങനെയായിരിക്കണം? പ്രാദേശിക ഭാഷകൾ തന്നെയായിരിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. പിന്നാക്ക സമുദായങ്ങളിലേക്കും ഗോത്രവർഗങ്ങളിലേക്കും വിദ്യാഭ്യാസം വ്യാപിപ്പിക്കാൻ വേണ്ടത്ര ധനം നീക്കിവെക്കണം. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതി ബ്രിട്ടീഷ് ഭരണപ്രദേശത്ത് ഒന്നു തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് പിന്നാക്ക സമുദായങ്ങളിലേക്കും ഗോത്രവർഗങ്ങളിലേക്കും വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര ധനം ക്യാഷ് മാറ്റിവെക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതി ബ്രിട്ടീഷ് ഭരണപ്രദേശത്ത് ഒന്ന് തന്നെ ആയിരിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക ഫണ്ട് ഏർപ്പെടുത്തണം. അവയ്ക്ക് ഗവൺമെൻറ് ധനസഹായം നൽകണം എന്നും കൂടെ പറയുന്നുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക ഫണ്ട് ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ അവയ്ക്ക് ഗവൺമെൻറ് ധനസഹായം നൽകണം. എല്ലാ പ്രൈമറി അധ്യാപകരും അധ്യാപക പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുകൂടെ ഹണ്ടർ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകളിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാ പ്രൈമറി അധ്യാപകരും അധ്യാപക പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ദെൻ സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പെൺപള്ളിക്കൂടങ്ങൾക്ക് വേണ്ടത്ര ധനസഹായം നൽകേണ്ടതാണ് എന്നുകൂടെ ഹണ്ടർ കമ്മീഷനിൽ പറയുന്നുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം
പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടത്ര ധനസഹായം നൽകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹണ്ടർ കമ്മീഷനിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് റിപ്പൺ പ്രഭു ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഹണ്ടർ കമ്മീഷൻ്റെ ശുപാർശകൾ അല്ലേ, അതുകൂടെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അടുത്ത കമ്മീഷനാണ് റാലെ കമ്മീഷൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലെ കമ്മീഷൻ. 1902 വന്നത് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലെ കമ്മീഷൻ. 1902 ഇന്ത്യൻ സർവകലാശാല നിയമം 1904 നിലവിൽ വരാൻ കാരണമായ ഒരു കമ്മീഷൻ കൂടെയാണ് റാലെ കമ്മീഷൻ. ഇന്ത്യൻ സർവകലാശാല നിയമം അതായത് 1904 നിലവിൽ വരാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളൊരു കമ്മീഷനാണ് റാലെ കമ്മീഷൻ. ഇൻ്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കി BA കോഴ്സ് 3 വർഷമാക്കിയ കമ്മീഷനാണ് റാലെ കമ്മീഷൻ കേട്ടോ. ഇൻ്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കിയിട്ട് BA കോഴ്സ് 3 വർഷമാക്കിയ കമ്മീഷനാണിത്. റാലെ കമ്മീഷനെ നിയമിച്ചത് കേഴ്സൺ പ്രഭുവാണ്. റാലെ കമ്മീഷനെ നിയമിച്ചത് കേഴ്സൺ പ്രഭുവാണ്. ഹണ്ടർ കമ്മീഷനെ ആണെങ്കിൽ റിപ്പൺ പ്രഭു ആണ് കേട്ടോ. അടുത്ത കമ്മീഷനാണ് സാഡ്ലർ കമ്മീഷൻ. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നതാണ് സാഡ്ലർ കമ്മീഷൻ കേട്ടോ. 1917 നിലവിൽ വന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ സ്കൂളുകൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് സാഡ്ലർ കമ്മീഷൻ. മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത ഒരു കമ്മീഷനാണ് സാഡ്ലർ കമ്മീഷൻ. നിലവിൽ വന്നത് 1917 കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. അടുത്തത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്. ബോധന മാധ്യമം മാതൃഭാഷയായിരിക്കണമെന്ന് നിഷ്കർഷിച്ച കമ്മിറ്റിയാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി കേട്ടോ. ബോധന മാധ്യമം ഏതായിരിക്കണം? മാതൃഭാഷയായിരിക്കണമെന്ന് നിഷ്കർഷിച്ച കമ്മീഷനാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഓക്കെ. അടുത്തത് ഹർഡോഗ് കമ്മിറ്റി. 1929 ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിരുന്ന സർ ഫിലിപ്പ് ഹർഡോഗ് ചെയർമാനായി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഹർഡോഗ് കമ്മിറ്റി കേട്ടോ. ഹർഡോഗ് കമ്മിറ്റി രൂപീകരിച്ചത് ആരായിരുന്നു? സർ ഫിലിപ്പ് ഹർഡോഗ് ആണ് കേട്ടോ. ഇനി ഹർഡോഗ് കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായോഗിക ജീവിതത്തിന് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ മിഡിൽ സ്കൂൾ തലത്തിൽ തുടങ്ങേണ്ടതാണ്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? മിഡിൽ സ്കൂൾ തലത്തിൽ തന്നെ പ്രായോഗിക ജീവിതത്തിന് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തുടങ്ങണമെന്നുകൂടെ എവിടെ പറയുന്നുണ്ട്? ഹർഡോഗ് കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ അപവ്യയം, വേസ്റ്റേജ്, ഗതിരോധം, സ്റ്റഗ്നേഷൻ മൂലമുണ്ടാകുന്ന നഷ്ടം, വിദ്യാഭ്യാസ കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അന്തരം എന്നിവ ദൂരീകരിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നുകൂടെ ഹർഡോഗ് കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. ദെൻ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ തലങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി കൂടെയാണ് ഹർഡോഗ് കമ്മിറ്റി കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ അപവ്യയം, ഗതിരോധം മൂലമുണ്ടാകുന്ന നഷ്ടം, അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അന്തരം എന്നിവ ദൂരീകരിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നുകൂടെ പറയുന്നുണ്ട്. ദെൻ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ തലങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ശുപാർശ ചെയ്തൊരു കമ്മിറ്റിയാണ് ഹർഡോഗ് കമ്മിറ്റി. അധ്യാപക രംഗത്തേക്ക് സമർത്ഥരായവരെ ആകർഷിക്കുവാൻ പരിശീലനം, വേതനം, സേവന വ്യവസ്ഥകൾ എന്നിവ മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്തു. അപ്പം അധ്യാപക രംഗത്തേക്ക് സമർത്ഥരായവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തേ? പരിശീലനം, വേതനം, സേവന വ്യവസ്ഥകൾ എന്നിവ മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്തു. അടുത്തത് സാർജൻ്റെ റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയങ്ങൾ എന്തായിരിക്കണം എന്നതിനെപ്പറ്റി വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന സർ ജോൺ സാർജൻ്റ് 1944 സമർപ്പിച്ച റിപ്പോർട്ടാണ് സാർജൻ്റെ റിപ്പോർട്ട്. അപ്പോൾ സാർജൻ്റെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയങ്ങൾ എന്തായിരിക്കണം എന്നതിനെപ്പറ്റി വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന സർ ജോൺ സാർജൻ്റ് 1944 സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് സാർജൻ്റെ റിപ്പോർട്ട്. അപ്പോൾ സാർജൻ്റെ റിപ്പോർട്ടിൻ്റെ പ്രധാന ശുപാർശകൾ എന്താണെന്ന് കൂടെ നോക്കാം. ആളോഹരി 11 രൂപയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിൽ ചിലവിടണം. ഇത് ബ്രിട്ടനിൽ 33 രൂപയാണ്. പക്ഷെ ഇവിടെ ആളോഹരി 11 രൂപയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ചിലവിടണം എന്ന് പറയുന്നുണ്ട് സാർജൻ്റെ റിപ്പോർട്ടിൽ കേട്ടോ. വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കണം എന്ന് പറയുന്നുണ്ട്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സൗകര്യം പ്രൈമറി വിദ്യാലയങ്ങളുടെ ഭാഗമായി
ഏർപ്പെടുത്തണം എന്നുകൂടെ പറയുന്നുണ്ട്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സൗകര്യം പ്രൈമറി വിദ്യാലയങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഏർപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. ദെൻ സെക്കൻഡറി ഘട്ടത്തിൽ ശരാശരി കഴിവിൽ മികച്ചു നിൽക്കുന്നവർക്ക് മാത്രം പ്രവേശനം നൽകണം എന്നുകൂടെ സാർജന്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സെക്കൻഡറി ഘട്ടത്തിൽ ശരാശരി കഴിവിൽ മികച്ചു നിൽക്കുന്നവർക്ക് മാത്രം പ്രവേശനം എന്ന് പറയുന്നുണ്ട്. സാങ്കേതികവും അക്കാദമികവുമായ കോഴ്സുകൾ നടപ്പാക്കണം. അധ്യയന മാധ്യമം മാതൃഭാഷയായിരിക്കണം. എന്നാൽ ഒരു ഭാഷയെന്ന നിലയിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. അധ്യയന മാധ്യമം എങ്ങനെയായിരിക്കണം? മാതൃഭാഷയിലായിരിക്കണം. പക്ഷേ ഒരു ഭാഷയെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. പാവപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് നൽകുക. എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രത്യേക പഠന സൗകര്യവും ഉറപ്പാക്കുക എന്നതൊക്കെ സാർജന്റ് റിപ്പോർട്ടിൻ്റെ ശുപാർശകളാണ്. കഴിഞ്ഞിട്ടില്ല. പ്രൈമറി മിഡിൽ ഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ ഒരു വിദ്യാഭ്യാസ കാര്യ മന്ത്രാലയം സ്ഥാപിതമായി. അപ്പോൾ പ്രൈമറി മിഡിൽ ഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തു സാർജന്റ് റിപ്പോർട്ട്. അതിനുശേഷം എന്തായി? കേന്ദ്രത്തിൽ ഒരു വിദ്യാഭ്യാസ കാര്യ മന്ത്രാലയം സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ജനറൽ ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷൻ എന്നീ സ്ഥാപനങ്ങളും രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ സാർജന്റ് റിപ്പോർട്ടിൻ്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ജനറൽ ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷൻ എന്നീ സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് പഠിച്ചത്? ഹണ്ടർ കമ്മീഷൻ, റാലെ കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, സാർജന്റ് കമ്മീഷൻ, സക്കീർ ഹുസൈൻ കമ്മിറ്റി, ഹർഡോവ് കമ്മിറ്റി, സാർജന്റ് റിപ്പോർട്ട് അല്ലേ? ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള കമ്മീഷനുകളാണ് കേട്ടോ. ഇനി അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് കൂടെ നോക്കാം. രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി. അങ്ങനെ 6 പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ച് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ അറിയപ്പെടുന്ന പേരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് കേട്ടോ. 1948 ഇത് നിലവിൽ വന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റിലാണ് കേട്ടോ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 1949 ഓഗസ്റ്റിലാണ്. ദെൻ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനാണിത്. പിന്നെ പറയുന്നത് 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ കേട്ടോ. 12 വർഷത്തെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഇത്. പിന്നെ പറയുന്നത് ശാന്തിനികേതൻ, ജാമിയ മിലിയ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ കേട്ടോ. ശാന്തിനികേതൻ, ജാമിയ മിലിയ സർവകലാശാലകളെ മാതൃകയാക്കിക്കൊണ്ട് റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. അപ്പോൾ ഇത് രണ്ടും രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകളാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. അടുത്ത കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ അഥവാ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് അല്ലേ? അതിൻ്റെ മറ്റൊരു പേരാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മുതലിയാർ കമ്മീഷൻ അഥവാ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താനും സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനുമായി ഇന്ത്യ ഗവൺമെൻറ് 1952 നിയമിച്ച കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താനും
സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനുമായി ഇന്ത്യ ഗവൺമെൻറ് 1952 നിയമിച്ച കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ. അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ ആണ് കേട്ടോ. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. അപ്പോൾ കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത ഒരു കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ദെൻ അധ്യാപക പരിശീലന സമിതി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ കേട്ടോ. അധ്യാപക പരിശീലന സമിതി സ്ഥാപിക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. അപ്പോൾ എന്തൊക്കെയാണ് മുതലിയാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്? 1952 നിയമിച്ച കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ട്? സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതിഗതികൾ പഠിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്താനും സെക്കൻഡറി വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കാനുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണിത്. ദെൻ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ ആണ്. പിന്നെ പറയുന്നത് കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാനും അധ്യാപക പരിശീലന സമിതി സ്ഥാപിക്കാനൊക്കെ ശുപാർശ ചെയ്ത ഒരു കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. ഇനി അടുത്തത് മുതലിയാർ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ നോക്കാം. 4+3+4+3 എന്ന ക്രമത്തിൽ വിദ്യാഭ്യാസ ഘട്ടങ്ങൾ നിശ്ചയിച്ചു. അതായത് യഥാക്രമം പ്രൈമറി, ജൂനിയർ ബേസിക്, പിന്നെ ഹയർ എലിമെൻ്ററി, സീനിയർ ബേസിക്, ഹയർ സെക്കൻഡറി, പിന്നെ ബിരുദം. അങ്ങനെയാണ് ഈ 4+3+4+3 എന്ന് പറയുന്ന ക്രമം കേട്ടോ. ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും 1 വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവരും മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹരായിരിക്കും. അതായത് ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തിയാക്കിയവരും 1 വർഷത്തെ യൂണിവേഴ്സിറ്റി കോഴ്സ് പൂർത്തിയാക്കിയവർക്കുമാണ് മെഡിക്കലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ അർഹരാവുന്നത് കേട്ടോ. 200 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണമെന്നുകൂടെ പറയുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ പഠന ദിവസം കാലാവസ്ഥ, പ്രാദേശിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഇണങ്ങും വിധം പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാലയങ്ങൾക്ക് സൗകര്യം നൽകണമെന്നുകൂടെ മുതലിയാർ കമ്മീഷനിൽ പറയുന്നുണ്ട്. 200 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണം. അതുപോലെ തന്നെ ആഴ്ചയിൽ 6 ദിവസത്തെ പഠന ദിവസം കാലാവസ്ഥ, പ്രാദേശിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഇണങ്ങും വിധം പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാലയങ്ങൾക്ക് സൗകര്യം നൽകണമെന്നുകൂടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണം. സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതു അവധിക്കും 2 മാസത്തെ മധ്യവേനൽ അവധിക്കും പുറമെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന 2 ഒഴിവുകാലം കൂടി ഉണ്ടായിരിക്കണം എന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ. സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതു അവധിക്കും 2 മാസത്തെ മധ്യവേനൽ അവധിക്കും പുറമെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന 2 ഒഴിവുകാലം കൂടി ഉണ്ടാകണം എന്നുകൂടെ പറയുന്നുണ്ട്. അതായത് ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടൊരു അവധി കൊടുക്കുമല്ലോ, പിന്നെ ഓൺ എക്സാം, അതൊക്കെ ആയിരിക്കാം. സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുക. 1:30 എന്ന അനുപാതത്തിൽ ക്ലാസുകൾ നിർണ്ണയിക്കുക. ഒരു സ്കൂളിൽ പരമാവധി 500 to 750 കുട്ടികളെ പാടുകയുള്ളൂ. അധ്യാപകരുടെ പെൻഷൻ പ്രായം 60 ആക്കണം. ഹെഡ് മാസ്റ്ററായി മികവുള്ള ആളുകളെ ലഭിക്കാൻ വേതനം വർദ്ധിപ്പിക്കണം. സ്കൂൾ ഇൻസ്പെക്ഷനിൽ അക്കാദമിക കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകണം. ഇതൊക്കെ മുതലിയാർ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകളാണ്. എന്തൊക്കെയാണപ്പോൾ? സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുക. 1:30 എന്നൊരു അനുപാതത്തിൽ ക്ലാസുകൾ നിർണ്ണയിക്കുക. ഒരു സ്കൂളിൽ പരമാവധി 500 to 750 കുട്ടികളെ പാടുള്ളൂ. അധ്യാപകരുടെ പെൻഷൻ പ്രായം എത്ര ആക്കണം? 60 ആക്കണം എന്ന് പറയുന്നുണ്ട്. ഹെഡ് മാസ്റ്ററായി മികവുള്ള ആളുകളെ ലഭിക്കാൻ വേതനം വർദ്ധിപ്പിക്കണം. സ്കൂൾ ഇൻസ്പെക്ഷനിൽ അക്കാദമിക കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകണം. അടുത്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യ ഗവൺമെൻറ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ കോത്താരി കമ്മീഷനെ കുറിച്ച്. ഇന്ത്യ ഗവൺമെൻറ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഡോക്ടർ DS കോത്താരി കേട്ടോ.
ഡോക്ടർ DS കോത്താരിയാണ് കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ് കേട്ടോ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ മുതലിയാർ കമ്മീഷൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് മുതലിയാർ കമ്മീഷനെ അറിയുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നായിരുന്നു അല്ലേ. അപ്പോൾ കോത്താരി കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് കേട്ടോ. കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ അംഗസംഖ്യ 17 അപ്പോൾ കോത്താരി കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ എത്രയായിരുന്നു അംഗസംഖ്യ? 17. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1966 ജൂൺ 29. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1966 ജൂൺ 29. കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന് നൽകിയ പേരാണ് വിദ്യാഭ്യാസവും ദേശീയ വികസനവും. അപ്പോൾ വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നത് കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന് നൽകിയ പേരാണ് കേട്ടോ. ദെൻ കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ച ബൃഹത്തായ 3 പദ്ധതികളുണ്ട്. ആ പദ്ധതികളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം. ഈ 3ഉം കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ച ബൃഹത്തായ 3 പദ്ധതികളാണ്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസത്തിൻ്റെ ആന്തരിക പുനഃസംഘടന, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാര്? ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറിയിലാണ് എന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ് കേട്ടോ. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനും കൂടെയായിരുന്നു കോത്താരി കമ്മീഷൻ കേട്ടോ. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടി ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഒന്നാം കോട്ടാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറിയിലാണ് എന്ന് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നത് ഏത് കമ്മീഷനാണെന്ന് ചോദിച്ചാൽ കോത്താരി കമ്മീഷനാണ്. ഈ 2ഉം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി മറ്റു പ്രധാന വിദ്യാഭ്യാസ കമ്മിറ്റികളെ കുറിച്ച് കൂടെ നോക്കാം. ഫസ്റ്റ് വൺ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി അല്ലേ. നമുക്കറിയാം 1990 രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി വരുന്നത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമായി രൂപീകരിച്ച കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു? 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമായി രൂപീകരിച്ച കമ്മിറ്റിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി കേട്ടോ. 1990 രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി നിലവിൽ വരുന്നത്. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി അധ്യക്ഷൻ ആചാര്യ രാമമൂർത്തിയാണ് കേട്ടോ. ആചാര്യ രാമമൂർത്തിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ദെൻ യശ്പാൽ കമ്മിറ്റിയെ കുറിച്ചാണ് നോക്കുന്നത്. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് വിശേഷിപ്പിക്കപ്പെട്ടത് ഭാരമാകാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നാണ് കേട്ടോ. യശ്പാൽ കമ്മിറ്റി വിശേഷിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഭാരമാകാത്ത പഠനം, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. ദെൻ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1993 ജൂലൈ 15. 1993 ജൂലൈ 15 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം. ദെൻ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. പ്രൈമറി ക്ലാസ്സുകളിൽ പഠനമാധ്യമം മാതൃഭാഷയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രൈമറി ക്ലാസ്സുകളിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ ഗൃഹപാഠം നിർബന്ധമെങ്കിൽ അവ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടതാകരുത് എന്ന് പറയുന്നുണ്ട്. LP ക്ലാസ്സുകളിൽ ഗൃഹപാഠം നൽകേണ്ടതില്ല. LP ക്ലാസ്സുകളിൽ ഹോംവർക്ക് കൊടുക്കേണ്ടതില്ല. ഇനി UP ക്ലാസ്സുകളിൽ ഗൃഹപാഠം ഹോംവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
എന്താണ്, പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടതാകരുത് എന്ന് പറയുന്നുണ്ട്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:40 നിന്നും 1:30 ആക്കണം എന്ന് പറയുന്നുണ്ട്. പഠനത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം. അധ്യാപക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കണം. സെക്കൻഡറി, പ്രൈമറി, നഴ്സറി അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള BEd പ്രോഗ്രാമുകൾ ആരംഭിക്കുക എന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട്. യശ്പാൽ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. 1:40 നിന്നും 1:30 ആക്കണമെന്ന് പറയുന്നുണ്ട്. പഠനത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണം. അധ്യാപക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കണം. സെക്കൻഡറി, പ്രൈമറി, നഴ്സറി അധ്യാപക പരിശീലനത്തിന് വേണ്ടിയുള്ള BEd പ്രോഗ്രാം ആരംഭിക്കുക. CBSE പാഠ്യപദ്ധതി കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലുമായി പരിമിതപ്പെടുത്തണം. സ്കൂൾ തുടങ്ങുന്നതിനുള്ള അംഗീകാരം നൽകുന്ന നിയമം കർശനമാക്കുകയും പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേ നിയമം നിഷ്കർഷിക്കുകയും വേണമെന്നുകൂടെ പറയുന്നുണ്ട്. CBSE പാഠ്യപദ്ധതി കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലുമായി പരിമിതപ്പെടുത്തണം. സ്കൂൾ തുടങ്ങുന്നതിനുള്ള അംഗീകാരം നൽകുന്ന നിയമം കർശനമാക്കുകയും പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേ നിയമം നിഷ്കർഷിക്കുകയും വേണമെന്നുകൂടെ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രധാന ശുപാർശകളാണ്. അടുത്തത്, സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് 2015 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് N. ഗോപാലസ്വാമി. അപ്പോൾ N. ഗോപാലസ്വാമി എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് 2015 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് കേട്ടോ. പുത്തൻ വിദ്യാഭ്യാസ നയം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപവൽക്കരിക്കുന്നതിനായി 2015 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവനാണ് TSR സുബ്രഹ്മണ്യൻ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രൂപവൽക്കരിക്കുന്നതിനായി 2015 കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവനാരാണ്? TSR സുബ്രഹ്മണ്യനാണ് കേട്ടോ. അധ്യാപക നിയമനത്തിന് ടെറ്റ് ടീച്ചർ എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. അധ്യാപക നിയമനത്തിന് ടെറ്റ്, ഇപ്പോൾ ഈ നമ്മൾ കേട്ടറ്റ് സിടെറ്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഈ ടെറ്റ് നിർബന്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി. ഇനി നമുക്ക് വിദ്യാഭ്യാസ കമ്മീഷനുകൾ അല്ലെങ്കിൽ കമ്മിറ്റി നയം ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പേരും നിലവിൽ വന്ന വർഷവും ഒന്ന് നോക്കാം. മെക്കാളെ മിനിറ്റ്സ് 1835 വുഡ്സ് ഡെസ്പാച്ച് 1854 നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹണ്ടർ കമ്മീഷൻ 1882 റാലെ കമ്മീഷൻ 1902, സാഡ്ലർ കമ്മീഷൻ 1917, ഹർഡോ കമ്മീഷൻ 1929, സക്കീർ ഹുസൈൻ കമ്മിറ്റി 1937, ആബട്ട് വുഡ് കമ്മിറ്റി 1937, വാർദ കമ്മിറ്റി 1937. അപ്പോൾ ഇത് മൂന്നും 1937 തന്നെയാണ് കേട്ടോ. സക്കീർ ഹുസൈൻ കമ്മിറ്റി, ആബട്ട് വുഡ് കമ്മിറ്റി, വാർദ കമ്മിറ്റി 1937 നോട്ട് ചെയ്ത് വെച്ചോളൂ. ദെൻ സാർജൻറ്റ് കമ്മീഷൻ 1944, രാധാകൃഷ്ണൻ കമ്മീഷൻ 1948, മുതലിയാർ കമ്മീഷൻ 1952-53 കാലയളവിലാണ്. സമ്പൂർണ്ണാനന്ദ കമ്മിറ്റി 1961, കോത്താരി കമ്മീഷൻ 1964-66, ദേശീയ വിദ്യാഭ്യാസ നയം 1968, ദേശീയ വിദ്യാഭ്യാസ നയം 1986 രണ്ടെണ്ണം ഉണ്ടല്ലോ. ഈശ്വർ ഭായ് പട്ടേൽ കമ്മിറ്റി 1977-78, ആചാര്യ രാമമൂർത്തി റിവ്യൂ കമ്മീഷൻ 1990, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1991-92 കാലയളവിലാണ്. യശ്പാൽ കമ്മീഷൻ 1992-93, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, NCFTE 2009, ഡോക്ടർ K കസ്തൂരി രംഗൻ കമ്മിറ്റി 2020. ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട്, വിദ്യാഭ്യാസ നയം, എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.